ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമ്മ ചിത്തിരെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നു. ഇത് കാണുന്ന ക്യാപ്റ്റൻ ആണെങ്കിൽ ശങ്കർദാസിനോട് ചോദിക്കുന്നുണ്ട്, അവരെത്തിയല്ലോ, നിങ്ങളാണോ അവരെ വിളിച്ച് പറഞ്ഞത്? മര്യാദയ്ക്ക് സത്യം പറയാമെന്ന് പറയട്ടോ ചെയ്യുന്നത്. ഞാൻ നിൻ്റെ അടുത്തൊന്നും മാറിയിട്ടേ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് അവരെ വിളിച്ച് പറയുന്ന രേണു? അവരെന്തായാലും വന്നത് നന്നായി, നീ ആയിട്ട് തടയാനൊന്നും പോകണ്ട. ചിത്തിരയ്ക്ക് അങ്ങനെയെങ്കിലും ഭേദമാവുന്നെങ്കിൽ ഭേദമായിക്കോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ്റെ അക്ഷരം മിണ്ടാതെ നിൽക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് ശംഖു നേരെ മല്ലികാമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. ചിത്തു എവിടെയും സാറേയും ചോദിക്കുന്നുണ്ട്. മല്ലികാമ്മ അതേ അകത്ത് കിടക്കുന്നുണ്ട്, പോയി കണ്ടോളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ്മ വെപ്രാളപ്പെട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ക്യാപ്റ്റൻ ഇരിക്കുന്ന കാണുന്നു. ക്യാപ്റ്റൻ്റെ അക്ഷരം പോലും മിണ്ടാതെ മല്ലികാമ്മയുടെ മുഖത്ത് പോലും നോക്കാതെ അങ്ങ് ഇറങ്ങിപ്പോവുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് മല്ലികാമ്മ ചിത്തിരയുടെ അടുത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ചിത്തിരയുടെ അവസ്ഥ കണ്ടിട്ട് പൊട്ടിക്കരയുന്നു, കയ്യിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മോളെ ചിത്തു എന്ന് പറയുന്നുണ്ട്. കണ്ണുനീര് ചിത്തുവിൻ്റെ കയ്യിലേക്ക് വീഴുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ ചിത്തിര കണ്ണു തുറക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിത്തിരയുടെ പനിയിൽ വ്യത്യാസം വരുന്നു. മല്ലികാമ്മയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചിത്തിരയ്ക്ക് ബോധം വരികയും ചെയ്യുന്നു. ഇത് കാണുന്ന മല്ലികാമ്മയ്ക്ക് ഒരാശ്വാസമാകുന്നുണ്ട് കേട്ടോ. അച്ചമ്മയെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ചമ്മ എന്നെ വിട്ട് പിരിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ശൂന്യത തോന്നിയെന്നും അച്ചമ്മ എന്നെ വിട്ട് എവിടെയും പോകരുതെന്നും പറയുന്നു. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറഞ്ഞു, ഞാൻ നിന്നെ വിട്ട് എവിടെയും പോകില്ല, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇനി എപ്പോഴും ഉണ്ടാകും, മോള് വിഷമിക്കാതെ ഇരിക്കുകയെന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ ചോദിക്കുന്നു, നിങ്ങളാണോ ആയെന്ന് ചോദിക്കുന്നു. അതേന്ന് പറയുന്നു കേട്ടോ. കുട്ടിയുമായിട്ട് നല്ല ബന്ധമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മല്ലികാമ്മ പറയുന്നുണ്ട്, ഇവളെൻ്റെ പ്രാണനാണെന്ന് പറയുന്നു. അതുപോലെ തന്നെയായിരുന്നു കുട്ടിക്കും, അതുകൊണ്ടാണ് കുട്ടിക്ക് നിങ്ങളെ കാണാതായപ്പോഴത്തേക്കും വലിയൊരു ശൂന്യത അനുഭവപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന പനിയാണ്, ഇനി പേടിക്കാനൊന്നുമില്ല. ഇനി എൻ്റെ മരുന്നും നിങ്ങളുടെ സാമീപ്യവും കൂടെ ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ അസുഖങ്ങളെല്ലാം ഭേദമാകുമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ, അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് തോന്നിയല്ലോ, താങ്ക് യു എന്ന് ഡോക്ടർ തന്നെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പം മല്ലികാമ്മയും വളരെ നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അപ്പം മല്ലികാമ്മ ചിത്തുവിനെ പനിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കുന്നു. തുണിയൊക്കെ നനച്ച് വീണ്ടും മാറ്റിയൊക്കെ ഇടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, അച്ചമ്മീനെ എന്നെ വിട്ട് എവിടെയും പോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് ക്യാപ്റ്റൻ ആണെങ്കിൽ ശംഖുവിനോട് പറയുന്നുണ്ട്, അവർ വന്നപ്പോൾ ചിത്തിരയുടെ പനിയും പോയി. എന്തു ആത്മബന്ധമാണ് ഇവർ തമ്മിലുള്ളത്, ഇങ്ങനെ ഇത്രയൊക്കെ മാറാനായിട്ടും ചോദിക്കുമ്പോഴത്തേക്കും ശംഖു പറയുന്നത്, അവർ വെറും ഒരു സ്ത്രീയല്ല, നീ വിചാരിക്കുന്ന പോലെ അവരൊരു ആയയുമല്ല, അവരുടെ പേര് തങ്കമ്മേന്നുമല്ല എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അവരാണ് മല്ലിക, അവരുടെ പേര് മല്ലിക എന്നാണ് പറയുന്നു. ഇതാണ് ചിത്തിരയുടെ അച്ചമ്മയെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ക്യാപ്റ്റൻ അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ. അച്ചമ്മയോ? അവർ ജയിലിലാണെന്നല്ലേ ശംഖു പറഞ്ഞതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നും ചിത്തിരയുടെ അച്ചമ്മയില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്നും ശംഖു ആ സത്യം തുറന്നടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ ആകെ അന്താളിച്ച് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നെ എല്ലാവരും കൂടെ ചതിക്കുകയും പറ്റിക്കുകയുമായിരുന്നല്ലേ എന്ന് ക്യാപ്റ്റൻ പൊട്ടിത്തെറിക്കാനും തുടങ്ങുക കേട്ടോ ചെയ്യുന്നത്. എനിക്ക് അന്നേ സംശയം തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ ചിത്തിരയുടെ അച്ചമ്മ എവിടെയുണ്ടെന്ന്. അപ്പോൾ ശംഖു പറഞ്ഞു, അവർ ജയിലിലാണെന്ന്. എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, ഇത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുന്നു. നീ അങ്ങനെ പറയരുത് രേണു, ചിത്തിരെ നമുക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ അച്ചമ്മയും കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത്, നിന്നോട് കള്ളം പറയേണ്ടി വന്നത്. അല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്തതല്ല എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിത്തിര വീണ്ടും ഇറങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് താങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ കരയുക കേട്ടോ ചെയ്യുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരക്ഷരം നിങ്ങൾ പറയരുത്. ഞാൻ വിചാരിച്ചിരുന്നു ശംഖുവിന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണെന്ന്. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുമ്പോൾ എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ജീവിതത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് എന്നെ അറിയിച്ചിട്ടായിരിക്കും എടുക്കുന്നതെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ നിങ്ങളെന്നെ ചതിച്ചു, നിങ്ങളെന്നെ പറ്റിച്ചു, നിങ്ങളുടെ മുഖം ഇനി എനിക്ക് കാണണ്ട, നിങ്ങളിനി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ വീണ്ടും ശംഖു കയ്യിൽ പിടിച്ച് തടയാട്ടോ ചെയ്യുന്നത്. നീ മനസ്സിലാക്കുക രേണു, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളിനി ഒരക്ഷരം മിണ്ടരുത്, നിങ്ങളെൻ്റെ മുഖത്ത് പോലും നോക്കിപ്പോരുത്. ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തിട്ട്, ഇത്രയും വലിയൊരു ചതിയനായിട്ട് നിങ്ങൾ എൻ്റെ മുമ്പിൽ അഭിനയിച്ചിട്ട് എന്നോട് വന്ന് ഇനി സംസാരിക്കാൻ നിൽക്കുന്നു, മാറി നിൽക്കുക അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ശംഖുവിനെ തള്ളി മാറ്റിയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ പോകുന്നു. ശങ്കർദാസിനും വലിയ സങ്കടമാവട്ടോ ചെയ്യുന്നത്. ശങ്കർദാസും പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് നേരെ ക്യാപ്റ്റൻ ആണെങ്കിൽ വീട്ടിലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അവിടെ വന്നിരുന്ന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചിത്തിരയ്ക്ക് ലാപ്ടോപ്പ് കൊടുത്ത സമയത്ത് അത് മല്ലികാമ്മയെ കൊണ്ടുവന്ന് കാണിച്ചതും, അതുപോലെ തന്നെ കേക്ക് കൊടുത്ത സമയത്ത് അവർക്ക് കൊണ്ട് കേക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴേക്കും ശംഖുവും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ടെന്ന് പറയും. എനിക്ക് വരാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ, നീ ഉള്ളിടത്താണ് ഞാനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം വിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹം അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത്രയും ചതിച്ചിട്ട് സ്നേഹം കാണിച്ചു
തരുന്നു എന്ന് ചോദിക്കുന്നു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്താ തീരുമാനം? ആ സ്ത്രീയെ മല്ലിക ഇവിടെ നിർത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ചിത്തിര ഉള്ളിടത്തല്ലേ മല്ലിക നിൽക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് മല്ലിക ഇവിടെ നിർത്തിയാലോ? ആഹാ, കൊള്ളാമല്ലോ നിങ്ങളുടെ തീരുമാനം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കില്ല എന്നുണ്ടോ? എൻ്റെ തീരുമാനങ്ങൾക്ക് ഇനി വില വെക്കേണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയോ എന്നൊക്കെ ക്യാപ്റ്റൻ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശംഖു പറയുന്നുണ്ട്, നീ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ, ഇനി അങ്ങനെ തന്നെ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ തീരുമാനം പറയാം. അവരെ ഇവിടെ നിർത്താനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും മല്ലിക ഈ വീട്ടിൽ കഴിയില്ല എന്നും പറയുന്നു. അതിന് പകരം ഞാനൊരു തീരുമാനം അങ്ങോട്ടേക്ക് പറയാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ചിത്തിര എന്നിങ്ങനെ ശംഖു ചോദിക്കുന്നുണ്ട്. ചിത്തിര മല്ലികയുടെ ഒപ്പം പൊക്കോട്ടെ, ഇനി അവരൊരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ശംഖു അങ്ങ് അന്തം വിടുകട്ടോ ചെയ്യുന്നത്. നീ തന്നെയാണോ ഈ പറയുന്നത്, സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചിരിക്കാട്ടോ ചെയ്യുന്നത്. ശംഖു സന്തോഷമാവുന്നുണ്ട്. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ ശംഖുവിന്? ഇതെൻ്റെ ഉറച്ച തീരുമാനമാണെന്നും ഞാനിപ്പോൾ അത് വാറി ഇരുന്ന് ഇങ്ങനെ തന്നെ ആലോചിക്കുകയായിരുന്നെന്നും ചിത്തിരയും മല്ലികയും ഒന്നിച്ച് തന്നെയാണ് ജീവിക്കേണ്ടതെന്നും അല്ലാതെ അവരെ അകറ്റിയിട്ട് ഒരു കാര്യവുമില്ലാന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞു. സത്യമാണോ എന്നിങ്ങനെ ശങ്കരദാസ് ചോദിക്കട്ടെ ചെയ്യുന്നത്. സത്യമാണെന്ന് പറഞ്ഞു. ഞാൻ കാരണം ചിത്തിരയ്ക്ക് പനി പിടിച്ചു, പക്ഷേ ആ സ്ത്രീ വന്നപ്പോൾ ചിത്തിരയുടെ പനി മാറി. അതിൻ്റെ അർത്ഥം എന്താണ്? രക്തബന്ധത്തേക്കാൾ വലുത് മറ്റൊന്നുമില്ല. രക്തത്തെ തിരിച്ചറിയുന്നു തന്നെയല്ലേ. ചിത്തിരയ്ക്ക് മല്ലികയ്ക്ക് ചിത്തിരയെ പിരിയാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ നമ്മൾ അവരെ പിരിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഉടനെ തന്നെ നീ ഇത്രയ്ക്ക് നല്ലവളായിരുന്നു ഞാൻ അറിഞ്ഞില്ല എന്ന് ശങ്കരദാസ് പറഞ്ഞു. ഞാൻ നല്ലവളായതുകൊണ്ടൊന്നുമല്ല, സ്നേഹം നമുക്ക് പിടിച്ചു പറിച്ച് മേടിക്കാനുള്ളതൊന്നുമല്ലല്ലോ, അത് നമുക്ക് അറിഞ്ഞു കിട്ടേണ്ടതല്ലേ. ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചിത്തിരെ ദത്തെടുക്കേണ്ടി വന്നത്. ഇപ്പം ഞാൻ ചിത്തിരെ നല്ല മനസ്സോടു കൂടി തന്നെ അവർക്ക് വിട്ടുകൊടുക്കാനും തയ്യാറാവുക എന്ന് പറയട്ടോ ചെയ്യുന്നത്. എല്ലാം എൻ്റെ കുറ്റമാണ്, അതിന് മറ്റുള്ളവരെ പഴിചാരിയിട്ട് കാര്യമില്ലല്ലോ. എനിക്കറിയാം ശംഖു ഞാൻ പറയുന്നതൊക്കെ മനസ്സോടെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അനുസരിക്കുന്നതെന്ന്. ശംഖുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ എന്നെ സഹിക്കാൻ പോലും തയ്യാറാവത്തില്ലായിരുന്നു. ശംഖു ആയതുകൊണ്ടാണ് ഇതെല്ലാം സഹിക്കുന്നതെന്നും എനിക്കറിയാം. എന്ത് ചെയ്യാൻ, എനിക്കൊരു കുഞ്ഞില്ലാതായി പോയില്ലേ. പട്ടാളത്തിൽ ചേരണമെന്ന് ഞാൻ ആദ്യം ആഗ്രഹിച്ചു, അത് നടന്നില്ല. എനിക്ക് ചിത്തിരയെ ഞാൻ ദത്തെടുത്തു, പക്ഷേ എനിക്കിപ്പോൾ ചിത്തിരയും നഷ്ടപ്പെടുന്നു. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ്, എനിക്കത് നല്ലതുപോലെ അറിയാം. ഈ പരാജയം മറയ്ക്കാനുള്ള എൻ്റെ ഒരു തന്ത്രം മാത്രമാണ് ഈ ദേഷ്യപ്പെടലെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ചിത്തിര ഇനി നമ്മുടെ കൂടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല, അത് ആ ചിത്തിരയെ അവരുടെ അച്ചമ്മ തന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പം ശംഖു വന്ന് ചോദിക്കുന്നു, നിയമത്തിനോടൊക്കെ പോകാൻ പറ, നമ്മുടെ മകളായിരിക്കുമെന്നും ചിത്തിര, പക്ഷെ താമസിക്കുന്നത് മല്ലികയ്ക്കൊപ്പം ആയിരിക്കുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി നിയമവും പൊക്കിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ്മയ്ക്ക് ചിത്തിരയെ വിട്ടുകൊടുക്കാനുള്ള ആ ഒരു നല്ല തീരുമാനത്തിൽ എത്തിച്ചേരുകയാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. പിന്നീട് ചിത്തിര ഇവിടെ മല്ലികാമ്മയോട് പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റനോട് പറയാൻ പോവുക അച്ചമ്മ എൻ്റെ ആരാണെന്ന്. ഇനി അച്ചമ്മയെ എൻ്റെ കൂടെ തന്നെ നിർത്തണമെന്ന് ഞാൻ ക്യാപ്റ്റനോട് പറയാൻ പോവുക. എന്ത് വേണമെങ്കിലും വന്നോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ അച്ചമ്മയെ നഷ്ടപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയും. ചിത്തു, ഈ കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് സംസാരിക്കേണ്ട, ഇനി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം നീ സമാധാനമായി കിടക്കുക, നിൻ്റെ പനിയൊക്കെ ഒന്ന് മാറട്ടെ, അതിനുശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാമെന്ന് പറയും. അപ്പോഴേക്കും ശങ്കരദാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. ഞാൻ ക്യാപ്റ്റനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് ശംഖു പറയാട്ടോ ചെയ്യുന്നത്. അയ്യോ അത് വേണ്ടായിരുന്നു സാറെന്ന് മല്ലികാമ്മ പറയുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ദോഷമാണ് ഉണ്ടാവുകയെന്ന്, പക്ഷേ ഗുണം തന്നെയാണ് ഉണ്ടായെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായില്ല എന്ന് മല്ലികാമ്മ പറയുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു രേണുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. രേണു ഒരു സമ്മാനം തന്നു വിട്ടിട്ടുണ്ട് എൻ്റെ അടുക്കലേക്കെന്ന് പറയാട്ടോ ചെയ്യുന്നത്, നിങ്ങൾക്ക് തരാനായിട്ട്. എന്ത് സമ്മാനമാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. പറയുന്നുണ്ട് ചിത്തിരയ്ക്കുള്ള സമ്മാനമാണ്. ചിത്തിരയ്ക്ക് ചിത്തിരയുടെ അച്ചമ്മയാണ് സമ്മാനമായിട്ട് തന്നത്, ചിത്തിരയുടെ അച്ചമ്മയ്ക്ക് ചിത്തിരയും തന്നിരിക്കുന്നു. ക്യാപ്റ്റൻ ചിത്തിരയെ നിങ്ങൾക്ക് അതായത് മല്ലികയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മല്ലികാമ്മയ്ക്ക് ഞെട്ടലുണ്ടാവട്ടോ ചെയ്യുന്നത്. ഇനി അച്ചമ്മയ്ക്ക് സ്വന്തമായിരിക്കും ചിത്തിരയെന്നും ചിത്തിരയ്ക്ക് അച്ചമ്മയും സ്വന്തമായിരിക്കുമെന്നും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വതന്ത്രമായി ജീവിക്കുമെന്നും പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. സന്തോഷം കൊണ്ട് മല്ലികാമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു. ചിത്തിരയ്ക്കും ഭയങ്കര സന്തോഷമാവട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ വളരെയധികം നന്ദിയുണ്ടെന്നൊക്കെ മല്ലികാമ്മ പറയുന്നുണ്ട്. നന്ദി എന്നോടല്ല പറയേണ്ടത്, ക്യാപ്റ്റൻ രേണുകയോടാണ് പറയുന്നത്. രേണുവാണ് ചിത്തിരയെ ദത്തെടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ചിത്തിര നിങ്ങൾക്ക് വിട്ടുതരുന്നതും രേണു തന്നെയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അവൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്ര ദുഷ്ടതയൊന്നുമില്ല, നല്ല മനസ്സിനുടമ തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, അതുകൊണ്ടാണ് അവൾ നിങ്ങളെ വിട്ടു തന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മല്ലികാമ്മ കൂപ്പ് കൈകളോടുകൂടി നന്ദി പറയാട്ടോ ചെയ്യുന്നത്. എന്നോടല്ല നന്ദി പറയേണ്ടത്, നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് രേണുവിനെ കാണണം. രേണുവിനെ കാണുമ്പോൾ രേണുവിന് ഭയങ്കര സന്തോഷമാകും, നന്ദി അവളോട് വേണം പറയാനെന്ന് പറയാട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞങ്ങൾ വന്ന് കാണുമെന്ന് പറയുന്നു. അങ്ങനെ മല്ലികാമയ്ക്ക് ചിത്തിരയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നു. ചിത്തിരയ്ക്ക് മല്ലികാമയും സ്വന്തമാകുന്നു. മല്ലികാമയ്ക്ക് ചിത്തിര ഇനി എന്നേക്കുമായി സ്വന്തമാവട്ടോ ചെയ്യുന്നു. ഈ പ്രതിഭയ്ക്കോ അതുപോലെ തന്നെ ആർക്കും അവിടെ ഒരു റോളും ഇല്ലാതാവുന്നു കേട്ടോ. പിന്നീട് രേണുക വിഷമിച്ച് തന്നെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറിയത് കേട്ടോ. ദത്തെടുത്തത് അവരല്ലേ, അപ്പോൾ അവർക്ക് തന്നെ ചിത്തിരയെ കിട്ടണമല്ലോ, അതൊരു ന്യായമായ കാര്യം തന്നെയാണല്ലോ. പിന്നീട് മല്ലികാമയും അതുപോലെ തന്നെ ചിത്തിരയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാനാണ് പറഞ്ഞത് അവരോട് വരാനെന്ന് ശംഖു പറയുന്നു. അങ്ങനെ മല്ലികാമ വന്നിട്ട് ക്യാപ്റ്റൻ്റെ അടുക്ക പറയുന്നുണ്ട് വളരെയധികം നന്ദിയുണ്ട് മാഡം, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ചിത്തിരയെ വിട്ടു തരുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നന്ദിയൊന്നും എന്നോട് പറയേണ്ട, എൻ്റെ ഗതികേടാണിതൊന്നും, ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തതായിട്ട് കരുതുന്നില്ല എന്നും എന്നെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയാത്തിടത്തോളം ഞാൻ അവളെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചിത്തിരെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ടാണ് കണ്ടതെന്നും എനിക്കൊരു കുഞ്ഞില്ലാത്തത് കുറവ് ചിത്തിര വന്നപ്പോഴാണിത് മാറിയെന്നും ഒക്കെ പറയുന്നു കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും മല്ലികാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക കേട്ടോ ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു ഗതികേട് കൊണ്ടല്ലേ അവർക്ക് ചിത്തിര ദത്തെടുക്കേണ്ടി വന്നത്, അതുപോലെ തന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നതും അവരുടെ ഒരു ഗതികേട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ക്യാപ്റ്റൻ അത്ര ദുഷ്ടതയൊന്നുമല്ല എന്ന് തെളിയിക്കുക കേട്ടോ ചെയ്യുന്നത്. നല്ല മനസ്സിനുടമയാണെന്നും അവർ തെളിയിച്ചു കേട്ടോ. പക്ഷേ അതവർക്ക് തുറന്ന് കാണിക്കാനായിട്ട് എല്ലാവരുടെ മുമ്പിലും ചിരിച്ച് കളിച്ച് നിൽക്കാനായിട്ട് അവരുടെ മാനസിക അവസ്ഥ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ്. എന്തായാലും സന്തോഷത്തോടു കൂടി തന്നെ മല്ലികാമയും അതുപോലെ ചിത്തിരയും യാത്രയാക്കുന്നുണ്ട്. മല്ലികാമ ക്യാപ്റ്റൻ്റെ മുമ്പിൽ കൈകൂപ്പി നന്ദിയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം പ്രതിഭ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. പ്രതിഭ വിളിച്ച് വീണ്ടും മല്ലികാമയെ കുത്തി വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ മല്ലികാമ കണക്കിന് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എന്താടി പറഞ്ഞത്, എനിക്ക് ഒരിക്കലും ചിത്തിരയെ തിരിച്ചു കിട്ടില്ലെന്ന് എന്ന് നീ അറിഞ്ഞോ? ഇപ്പം എൻ്റെ കൂടെയാണ് ചിത്തിര ഉള്ളത്, ഇനി എല്ലായ്പ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും. നിൻ്റെ ആഗ്രഹം നടക്കുന്നില്ല, നീ എന്നെ ചിത്തിരയെ അകറ്റി എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു, പക്ഷേ ക്യാപ്റ്റൻ എനിക്ക് ചിത്തിരയെ തിരികെ തന്നു. ഇനി നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ പോയി ക്യാപ്റ്റനോട് ചോദിക്കടി, അപ്പോൾ അവരുടെ കയ്യിൽ തോക്ക് വെച്ച് നിനക്ക് നല്ല മറുപടി ചുട്ട രീതിയിൽ തരും. ഇപ്പം നിനക്ക് മനസ്സിലായോടി ദൈവം എൻ്റെ കൂടെയാണെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ചിത്തിര എൻ്റെ അടുക്കിലേക്ക് എന്നെ തേടി വരുമെന്ന്, എന്നെ തേടി സിത്തു വന്നത് നീ കണ്ടോന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രതിഭ അങ്ങ് ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു, ക്യാപ്റ്റൻ ചിത്തിരയെ വിട്ടുകൊടുത്തോ, അവർക്കിതെന്താണ് പറ്റിയത് എന്നുള്ള രീതിയിൽ അന്തം വിട്ട് പ്രതിഭ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പ്രതിഭയുടെ മുഖത്ത് നല്ലൊരു അടി കിട്ടിയ അവസ്ഥയിലും ആകുന്നുണ്ട് കേട്ടോ. ചിത്തിരയെ മല്ലികാമയ്ക്ക് സ്വന്തവുമാകുന്നു.